കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസും ഫാൻ ഗ്രൂപ്പ്സും ഒക്കെ അടക്കം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ നിരന്തരമായിട്ട് പരാജയപ്പെടുന്നതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ. പക്ഷേ ഈ ഒരു റിസൾട്ട് വരിക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അത് തന്നെയാണ് ഇപ്പം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പല കാര്യത്തിലും പല പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു പക്ഷം ആളുകളൊക്കെ പറഞ്ഞിരുന്നു സീസൺ തുടങ്ങട്ടെ അതിനുശേഷമല്ലേ സംസാരിക്കേണ്ടതെന്നുള്ളത്. സോ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അന്ന് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, എന്തുകൊണ്ട് നമ്മുടെ ഒരു ക്ലബ്ബ് ഇങ്ങനത്തേക്ക് അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. അതിപ്പോൾ നമ്മുടെ ഒരു ക്ലബിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നാണ് മറ്റ് മേഖലകളിലേക്ക് കോച്ചിങ് സ്റ്റാഫ്സ് അടക്കം പ്ലേയേഴ്സിലേക്കൊക്കെ എത്തേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് നമ്മളുടെ ഫാൻസ് മാത്രമാണ് എന്നുള്ളതാണ്. ഫാൻസ് ക്ലബ്ബ് കാണിക്കേണ്ടതിനേക്കാൾ കൂടുതലായിട്ട് അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ എവേലൊക്കെ അടക്കം പോയി ഇങ്ങനെ തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സോ നമുക്ക് നിരാശരായിട്ടൊക്കെ തിരിച്ച് വരേണ്ടിയും വരുന്നത്. ആ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മളിത് കപ്പടിക്കാൻ പോകുന്നൊരു ഫീൽ? അത് അവർ തരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. എപ്പോഴും നൽകുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് 6 അതാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ പ്ലേ ഓഫ്, ഈ ഒരു കാര്യമാണ് ഒരു വലിയ സംഭവമാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ 2 സീസൺ നമ്മൾ തുടർച്ചയായിട്ട് 3 സീസൺ പ്ലേ ഓഫിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു PR കൂടിയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ചില ഫാൻസ് നമ്മൾ സക്സസ്ഫുൾ ആണ്. ഒരിക്കലും ഒരു സക്സസ്ഫുൾ അല്ല. 12 11 ഒക്കെ ക്ലബ്ബുകൾ കളിച്ചിട്ടുള്ള ഒരു ലീഗിൽ 6ാം സ്ഥാനത്ത് എത്തുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ മിഡ് ടേബിൾ ക്ലബ്ബ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സക്സസ്ഫുൾ എന്ന് പറയുന്നൊരു രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സീസൺ സംഭവിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും ഇവാൻ്റെ ഫസ്റ്റ് സീസണിൽ തന്നെയാണ്. സോ നമ്മൾ 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ നമുക്ക് ഇപ്പം പോയിന്റ് പെർ ഗെയിം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1.7 ഒക്കെ അടുപ്പിച്ച് വരും. അതായത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് പെർ ഗെയിം ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സീസൺ അതാണ്. കാരണം നമ്മൾ കോപ്പലാഷാൻ്റെ സീസണിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ട് കൂടി ഇത്രയും ഒരു പോയിന്റ് പെർ ഗെയിം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടൊക്കെ പറയാവുന്നൊരു കാര്യമാണ്. ഇപ്പം BFC ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു വലിയ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത്രയും ഹൈപ്പും കാര്യങ്ങളൊക്കെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ അവിടെ പോയി 10,000-കണക്കിന് ആളുകൾ അവിടെ പോയി മാച്ച് കാണാനൊക്കെ തന്നെ റെഡി ആകുന്നത് എന്നുള്ളതാണ്, ഇത്രയും ട്രാവൽ ചെയ്തിട്ട്. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒപ്പോണൻറ്റ് ടീമായിട്ടുള്ള BFC അവർ ഇവിടെ വന്ന് കളിച്ചാലും, അതായത് കൊച്ചി വന്ന് കളിച്ചാലും, അവരുടെ BFC പോയി കണ്ടീരവിൽ പോയി കളിച്ചാലും അവർ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഓരോ പ്ലെയേഴ്സും കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പോൾ ഇവിടെ കളിച്ചിരുന്ന ഒരു പ്ലെയർ അവിടെ പോയി കളിക്കുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണാൻ പറ്റും. അപ്പം അത് എവിടെ നിന്നാണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്കെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്പോർട്ടിംഗ് ഡയറക്ടർ എടുത്തായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡിസിഷനായിരുന്നു ഇവാനെ 2021-22 സീസണിലേക്ക് കോച്ച് എന്ന നിലയിലേക്ക് കൊണ്ടുവന്നത്. സോ ആ സീസണാണ് നമ്മൾ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സീസണായിട്ട് പറയുന്നത്. അതിൽ നമുക്ക് സക്സസ് ആകാനായിട്ട് കുറേ ഫാക്ടേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്പർ 1 ഇവാൻ എന്ന് പറയുന്ന ഒരു കോച്ച് തന്നെയാണ്, അതിൽ നോ ഡൗട്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള, അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ സീസണിൽ അങ്ങനെ ഒരു ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. സാധാരണയൊക്കെ ഉണ്ടാകുന്ന പോലെ വളരെ കുറഞ്ഞ ഇഞ്ചുറീസ് ഉണ്ടായിരുന്ന ഒരു സീസണായിരുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞാൽ ഒരു കളിയുടെ തന്നെ ഫേറ്റ് മാറ്റാൻ കഴിയുന്ന താരങ്ങൾ, ഇപ്പോൾ അൽവാറോ ഉണ്ടായിരുന്നു, ഡയാസ് ഉണ്ടായിരുന്നു, ലൂണ ഉണ്ടായിരുന്നു, ലെസ്കോച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സഹലും നമുക്ക് പറയാം, അതുപോലെ തന്നെ ഗില്ല്, ഇങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ ആ ഒരു സീസണിലുടനീളം നടത്തിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ പൂട്ടിയാൻ ജീക്സിനൊക്കെ അടക്കം നടത്തിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു. ആൻഡ് ഓൾസോ ടോപ്പ് ക്ലബ്സ് ആയിട്ടുള്ള മുംബൈ സിറ്റി FC, BFC, ഗോവ തുടങ്ങിയിട്ടുള്ള ടീമുകൾ അണ്ടർ പെർഫോമും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി വന്നതോടുകൂടി നമുക്ക് 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് പ്ലേ ഓഫ് വഴി ഫൈനൽ വരെയൊക്കെ എത്താൻ സാധിച്ചു എന്നുള്ളതായിരുന്നു ആ ഒരു സീസണിലുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. അപ്പം ഞാൻ പറഞ്ഞില്ല, ആ സീസണിൽ നമുക്ക് ചില പ്രശ്നങ്ങളുള്ള ഏരിയസ് ഉണ്ടായിരുന്നു. അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടായിരുന്നു നമ്മൾ അടുത്ത സീസണിലേക്ക് മാറേണ്ടത്. നമുക്ക് അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്.
എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഡൗൺഫോളാണ് സംഭവിച്ചത്. ടീമിൽ വലിയ തോതിലുള്ള അഴിച്ചുപണി കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ആ സീസണിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള അറിയാം. 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇവാൻ്റെ 3ാമത്തെ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ആ 2ാമത്തെ സീസണേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ള ഒരു ഫാക്ടറാണ്. അതായത് ഇപ്പം സഹൽ പോയെങ്കിൽ കൂടി നമുക്കിപ്പോൾ പ്രീതത്തിനെയും പ്രബീറിനെയും നവോച്ച, ഐബ, നിഷാൻ പണ്ഡിത് അങ്ങനെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വലിയ തോതിലുള്ള സൈനിങ്സും കാര്യങ്ങളൊക്കെ നടത്തി. സോ നമ്മൾ നല്ല രീതിയിലൊരു തുടക്കം കൂടി നമുക്കറിയാമല്ലോ. നമ്മൾ ഡിസംബർ അവസാനിക്കുന്ന സമയത്ത് ടോപ്പിൽ വരെ എത്തിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചുറി കൺസേൺസ് വരുന്നുണ്ടായിരുന്നു. സോ ഈ സാഹചര്യത്തിൽ നമ്മൾ ജനുവരിയിൽ വർക്ക് ചെയ്യുക എന്നുള്ള ഫാക്ടറാണ്. കാരണം ഫുട്ബോളാണ് ഇഞ്ചുറി പറ്റും. നമ്മൾ അത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന രീതിയാണ് നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഷീൽഡ് സ്വപ്നങ്ങൾ വരെ കണ്ട ഒരു സാഹചര്യം ആയിരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ജനുവരിയിൽ ഒരു തേങ്ങയും ചെയ്തില്ല. സോ അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വന്നു. നമ്മൾ ലാഗ് എടുപ്പിച്ചു ചില സൈനിങ്സ്, ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഇഞ്ചുറിയൊക്കെ പറ്റിയത്. പിന്നീട് ഇപ്പോൾ പെപ്പറയ്ക്കൊക്കെ ഇഞ്ചുറി പറ്റിയപ്പം കൊണ്ടുവന്ന ജസ്റ്റിനെയാണ്. അപ്പം ഇത് മൊത്തത്തിൽ താറുമാറായി. പിന്നെ ആ സീസണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. സോ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മുടെ ഈ സീസണിന് മുന്നേ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ല നമ്മുടെ ടീമിന് പ്രധാനമായിട്ടും പറ്റിയൊരു കാര്യം. അതായത് നമ്മൾ ഇവാൻ്റെ ആ ഫസ്റ്റ് സീസണിൽ നമ്മളൊരു സംഭവം സെറ്റ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് പോവുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരാനെടുത്ത് നമ്മൾ താഴോട്ട് പോവുക എന്നുള്ളൊരു പരിപാടിയാണ് അവിടെ ഒപ്പിച്ചു വെച്ചത്. സോ അതിൻ്റെ ഏറ്റവും താഴെ ഇപ്പം ഇവാന് 3 സീസണ് കിട്ടിയതിനേക്കാളൊരു മോശം സ്കോഡാണ് നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് പറയാൻ പറ്റും. ചില ബിഗ് നെയിംസ് ഉണ്ട്, പക്ഷേ ഞാൻ ടോട്ടാലിറ്റി സ്കോഡിനെ വെച്ചിട്ടാണ് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം 11 മത്സരങ്ങൾ കളിക്കുമ്പോൾ 11 പോയിൻറ്റുമായിട്ട് ടേബിളിൽ 10ാം സ്ഥാനത്തൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതലൊന്നും പറയേണ്ടതില്ല. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും പോലെയല്ല, ഇത്തവണത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ടീമുകളും ഒരു സെറ്റായിട്ടുള്ള രൂപത്തിലാണ് പരിപാടികളൊക്കെ ചെയ്തു വരുന്നത്. ടീമുകളൊക്കെ നല്ല സെറ്റാണ്. ഇപ്പോൾ പഞ്ചാബിൻ്റെയൊക്കെ പെർഫോമൻസ് കണ്ടില്ലേ, അല്ലെങ്കിൽ ജംഷഡ്പൂരിൻ്റെയൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെയാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടെത്തിച്ചത് ആരാണ്? സോ ഈ ട്രസ്റ്റ് ദ പ്രോസസ് എന്നൊക്കെ പറയുന്നത് ISLൻ്റെ പെർസ്പെക്റ്റീവിൽ, പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു സ്കാമാണെന്ന്. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഇപ്പോൾ എന്താ ഈ നിഖിലിന് ഫാൻസിനെ എന്താ ആംചെയർ വാരിയേഴ്സ് എന്നൊക്കെ വിളിച്ചിട്ട് ട്വീറ്റ് ചെയ്യാൻ തോന്നുന്നില്ലേ? അന്ന് ഫാൻസ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. എന്താ അത് തിരുത്തി പറയാനെങ്കിലും തോന്നുന്നില്ലേ? എന്താ ChatGPTയുടെ സെർവർ ഡൗൺ ആയിട്ടിരിക്കുകയാണോ? അതോ തെറിവിളി കേൾക്കാനായിട്ട് പുതിയ ഒരു ഒബ്സഷൻ വാരിയറെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ടീമിൻ്റെ തലപ്പത്ത്, പുള്ളിക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്, പുള്ളി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇതിനുള്ളൊരു ഉത്തരം എന്നുള്ളത് കിട്ടിയാൽ കൊള്ളാം. നമ്മൾ ഈ 2018 ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് അല്ല, അതിനേക്കാൾ മുമ്പേ തന്നെ നമ്മൾക്ക് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പരിപാടി ഡിസ്കസ് ചെയ്ത് തരുന്നൊരു കാര്യമാണ് നമ്മുടെ ടീമിന് അടിസ്ഥാനപരമായിട്ടൊരു ടെക്നിക്കൽ ഡയറക്ടറുടെയൊക്കെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പം അത് പറഞ്ഞ് വന്നത് 2020. സോ അത് കഴിഞ്ഞ് ടീം നമ്മൾ വിചാരിച്ചു ബിൽഡ് ചെയ്യപ്പെടും. ആദ്യത്തെ സീസണിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, 2ാമത്തെ സീസണിൽ സെറ്റായി. നമ്മൾ വിചാരിച്ചു അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. എനിക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ടീം കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളൊരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി കാണിക്കാത്തിടത്തോളം ഈ പ്രശ്നങ്ങളൊക്കെ തുറന്നുകൊണ്ടിരിക്കും. നമ്മൾ ടോപ്പ് 6 എയിം ചെയ്തോ, ഇപ്പം നമ്മൾ വലിയ കാര്യങ്ങളും ഇപ്പം ഷീൽഡിന് വേണ്ടി എയിം ചെയ്താലേ നമുക്ക് മിനിമം ടോപ്പ് 6 അല്ലെങ്കിൽ ഒരു പ്ലേ ഓഫിലെങ്കിലും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. ടോപ്പ് 6 എയിം ചെയ്യുന്നു, നമ്മൾ അതിൽ പോലും എത്താത്തൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഫാൻസിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ചെറിയ പൊടികളുമായിട്ടൊക്കെ ഇറങ്ങും. അതല്ല ആക്ച്വലി വേണ്ടത്. പറഞ്ഞല്ലോ, ഒരു വലിയ ചേഞ്ചസ് ആണ് വേണ്ടത്. അതിന് ആറ്റിറ്റ്യൂഡ് മുതൽ പല കാര്യങ്ങളിൽ റീബിൽഡിങ് മുതൽ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ഇപ്പം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇപ്പം നോവയെ എത്തിച്ചു, ഓക്കെ നല്ല കാര്യം, അല്ലെങ്കിൽ സൂസിനെ പോലത്തെ പ്രൊഫൈലുള്ള സ്ട്രൈക്കേഴ്സിനെ എത്തിച്ചു, ഇതൊക്കെ നല്ല കാര്യം. പക്ഷേ അത് അങ്ങനെ 1-2 പേരെ കൊണ്ടുപോകുന്നുണ്ട്. അതിപ്പോൾ ജനുവരിയിലായിട്ട് അങ്ങനെ 1-2 പേരെ കൊണ്ടുപോകുന്നതുകൊണ്ടൊന്നും ഈ മാറ്റം നമ്മുടെ ടീമിൽ ഉണ്ടാകില്ല. നമുക്ക് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്കൊന്നും പോവുകയില്ല. ഈ പരിപാടി അവസാനിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഫാൻസ് ഊക്ക് മേടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റ് ടീമിൻ്റെ ഒക്കെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ പോലും സ്റ്റേഡിയത്തിൽ എത്താനായിട്ടൊരു ഒബ്സഷൻ കാണിക്കാത്ത ഫാൻസാണ് മിക്ക ടീമിൻ്റെയും ഫാൻസ്. അതേ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ടഫ് സിറ്റുവേഷനിൽ പോലും ഹോമിൽ മാത്രമല്ല എവേയിൽ പോലും മാച്ചസ് കാണാൻ പോകാനുള്ളൊരു ഒബ്സഷൻ കാണിക്കുന്ന ഫാൻസിനെയാണ് ഈ മാനേജ്മെൻറ്റ് വെറുപ്പിച്ചിട്ടുള്ളത്.
സോ അതിൻ്റെ അനന്തര ഫലമൊക്കെയാണ് ഇപ്പം ആരാധകർ കാണിക്കുന്ന പ്രതിഷേധവും കാര്യങ്ങളൊക്കെ. ഇപ്പം അതല്ല ചെയ്യേണ്ടത്, സപ്പോർട്ട് വേണമെന്നൊക്കെ കോച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ട് ഈ ഫാൻസ്, ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന ഇത്ര ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടല്ല, നമ്മൾ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒരു എന്താ നമ്മളെ ഫാൻസ് ഡിസേർവ് ചെയ്യുന്നൊരു ടീമിലേക്ക് ഒരു ചേഞ്ച് വരാതെ ഒരു രക്ഷയുമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്നും ഈ പറഞ്ഞ പോലെ സഫർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. സനിയ.